ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കളെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, വാത്സല്യമുള്ള കുഞ്ഞുമക്കളെ, ഏഞ്ചൽ മീഡിയയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന ദിവസം ധനഹാകാലത്തിന്റെ ഒന്നാമത്തെ ആഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഇന്ന ദിവസം ചിന്തിക്കുവാനും ധ്യാനിക്കുവാനുമായി തിരുസഭാ മാതാവ് നൽകിയിരിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ ലൂക്കാ എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 16 മുതൽ 22 വരെയുള്ള വാക്യങ്ങളാണ്. ഈ സുവിശേഷ ഭാഗത്തിലൂടെ കടന്നു പോകുമ്പോൾ എൻ്റെ മനസ്സിൽ പതിഞ്ഞ 2 ചിന്തകൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്തെ ചിന്ത ഇപ്രകാരമാണ്: നമ്മുടെ ജീവിതത്തിൽ നമ്മളെ മുന്നോട്ട് നയിക്കുവാനായി കുറേ ലക്ഷ്യങ്ങൾ നമുക്കുണ്ടാകണം എന്നുള്ളതാണ്. ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ തൻ്റെ മുമ്പിലിരിക്കുന്ന, അതായത് സിനഗോഗിലിരിക്കുന്ന ജനങ്ങളുടെ മുമ്പിൽ ഈശോ തൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ച് വചനത്തിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് വെളിപ്പെടുത്തുകയാണ്. ഈശോ പറയുന്നത് ഇങ്ങനെയാണ്: കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ദരിദ്രരെ സുവിശേഷം അറിയിക്കുവാൻ അവിടെ നിന്ന് അയച്ചിരിക്കുന്നു. ബന്ധിതർക്ക് മോചനവും, അന്ധർക്ക് കാഴ്ചയും, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും, കർത്താവിന് സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കുവാനായി അവിടെ തന്നെ അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈശോ തൻ്റെ ജീവിതത്തിൻ്റെ നയപ്രഖ്യാപനം നടത്തുകയാണ്. പ്രിയമുള്ളവരെ, 2025 ആദ്യത്തെ ഞായറാഴ്ച ദിവസമാണ് നാളെ. നമ്മൾ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ഈ 2025 പ്രവേശിക്കുക. നമുക്ക് ഈ വർഷത്തിൻ്റെ അവസാന ഘട്ടങ്ങളിലേക്ക് എത്തുമ്പോൾ നമ്മൾ കാണുന്ന ചില സ്വപ്നങ്ങളൊക്കെ നമ്മൾ നേടിയെടുക്കാനായിട്ട് പരിശ്രമിക്കണം. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും ആശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇന്ന് നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് അല്പം കൂടെ മെച്ചപ്പെട്ട ജീവിതത്തിലേക്ക് വളരുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഒരു ലക്ഷ്യവുമില്ലാത്ത ഒരു വ്യക്തിയെ ഒന്ന് ചിന്തിച്ചു നോക്ക്. ഒരു ലക്ഷ്യവുമില്ലാത്ത ഒരു വ്യക്തിയുടെ ജീവിതം എങ്ങനെയായിരിക്കും? അദ്ദേഹം രാവിലെ എഴുന്നേൽക്കുന്നു, അദ്ദേഹത്തിന് പതിപോലെ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നു, അദ്ദേഹം ഭക്ഷണം കഴിക്കുന്നു, അതുപോലെ തന്നെ രാത്രിയാകുമ്പോൾ ഉറങ്ങുന്നു. പതിവ് ദിനചര്യ വിട്ട് അദ്ദേഹത്തിന് മറ്റൊന്നും ചെയ്യാനായിട്ട് തോന്നുകയേയില്ല. എന്നാൽ സ്വപ്നങ്ങളുള്ള വ്യക്തികൾ എങ്ങനെയായിരിക്കും? അദ്ദേഹം ആ സ്വപ്നത്തിന് വേണ്ടി കഷ്ടപ്പെടും, അധ്വാനിക്കും, ആ സ്വപ്നങ്ങൾ നേടിയെടുക്കുവാനായിട്ട് പരിശ്രമിക്കും. അത് അദ്ദേഹത്തിൻ്റെ ചിന്തയെയും അതുപോലെ തന്നെ പ്രവർത്തികളെയും എപ്പോഴും സ്വാധീനിച്ചുകൊണ്ടിരിക്കും. അതാണ് ലക്ഷ്യമുള്ള വ്യക്തികളും ലക്ഷ്യം ഇല്ലാത്ത വ്യക്തികളും തമ്മിലുള്ള വ്യത്യാസം. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വ്യക്തിക്ക് ഒരു പുതിയ വീട് വെക്കണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ അദ്ദേഹം ഓരോ സ്ഥലങ്ങളിലൂടെ യാത്ര ചെയ്യുമ്പോൾ മനോഹരമായ വീടുകൾ കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ വാഹനം നിർത്തിയോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സഞ്ചാരം നിർത്തിയോ ആ വീടിൻ്റെ ഭംഗി ആസ്വദിക്കും, അതിനെക്കുറിച്ച് പഠിക്കും, അതിൻ്റെ ഏറ്റവും ഭംഗിയുള്ള കാര്യങ്ങളെല്ലാം അദ്ദേഹം ഹൃദ്യസ്ഥമാക്കും, അതിനെക്കുറിച്ചുള്ള അറിവുകളൊക്കെ അദ്ദേഹം ശേഖരിക്കും. ഒരു വീട്ടിനുള്ളിൽ ഇട്ടിരിക്കുന്ന സോഫ കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു ഡൈനിങ് ടേബിൾ കാണുമ്പോൾ അതിനുള്ളിൽ ക്രമീകരിച്ചിരിക്കുന്ന ചില കാര്യങ്ങളൊക്കെ ആകർഷകമായി തോന്നുമ്പോൾ അദ്ദേഹം ഇതെവിടെയാണ് നിർമ്മിച്ചത്, ആരാണ് നിർമ്മിച്ചത്, എവിടെ നിന്നാണ് വാങ്ങിച്ചത്, ഇതിന് എത്ര രൂപയായി, ഇതെങ്ങനെ നമുക്ക് ലഭിക്കും, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചെല്ലാം അദ്ദേഹം പഠിക്കും, അതിനുവേണ്ടിയുള്ള അന്വേഷണങ്ങൾ നടത്തും. അങ്ങനെ ഏറ്റവും നല്ല രീതിയിൽ അങ്ങനെ അദ്ദേഹം തൻ്റെ ജീവിതത്തിൽ ആ സ്വപ്നങ്ങൾ നേടിയെടുക്കുന്ന ആ ഒരു പരിശ്രമത്തിലൂടെ മുന്നോട്ട് പോകും. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചില ലക്ഷ്യങ്ങളൊക്കെ ഉണ്ടാകണം. ചില സ്വപ്നങ്ങളൊക്കെ നമ്മൾ കാണാറില്ലേ? ഇന്നതാകണം, ഇന്നതുപോലെ ചെയ്യണം, ഇന്ന കാര്യങ്ങൾ എനിക്ക് വേണം. ഇത്തരത്തിലുള്ള സ്വപ്നങ്ങളൊക്കെയാണ് നമ്മളെ മുമ്പോട്ട് നയിക്കുന്ന ഘടകം. അപ്പം നമ്മുടെ ജീവിതത്തിലും സ്വപ്നങ്ങളുണ്ടോ, ആഗ്രഹങ്ങളുണ്ടോ, ലക്ഷ്യങ്ങളുണ്ടോ എന്ന് പരിശോധിക്കുക. ലക്ഷ്യങ്ങളില്ല എങ്കിൽ അതെല്ലാം നെയ്തെടുക്കുക. ഈ ഭൂമിയിൽ നിസ്സാരപ്പെട്ട വർഷങ്ങൾ മാത്രമേ നമുക്ക് ജീവിക്കാൻ അവകാശവും അനുവാദവും ഉള്ളൂ. മറ്റുള്ള ഒരു സാധാരണ വ്യക്തിയേക്കാൾ ഉപരിയായിട്ട് അല്പം കൂടെ മെച്ചപ്പെട്ട ജീവിതം നയിക്കുവാനായിട്ട് നമ്മുടെ നല്ല നല്ല ലക്ഷ്യങ്ങൾ നമ്മളെ സഹായിക്കും. അതാണ് ഒന്നാമത്തെ ചിന്ത. ഇനി രണ്ടാമത്തെ ചിന്ത ഇപ്രകാരമാണ്: നമ്മൾ മറ്റുള്ളവരെ പ്രശംസിക്കുന്ന കാര്യത്തിൽ പിറകിലാകരുത് എന്നുള്ളതാണ്. ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോയുടെ വാക്കുകൾ കേട്ട ആ മനുഷ്യർ ഈശോയെ പ്രശംസിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഈ പ്രശംസിക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു കാര്യമാണ്. പ്രശംസിക്കപ്പെടുന്ന വ്യക്തിക്ക് എന്തുമാത്രം സന്തോഷം ഉണ്ടാവുമെന്നറിയാമോ? അത് മറ്റുള്ള വ്യക്തികൾക്കും ഈ പ്രശംസിക്കുന്ന വ്യക്തിക്കും എപ്പോഴും സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. ഈ കഴിഞ്ഞ ദിവസം എൻ്റെ ജീവിതത്തിലൊരു അനുഭവം ഞാൻ പങ്കുവയ്ക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ ചങ്ങനാശ്ശേരി ബിഷപ്പ് ഹൗസിൽ നിന്ന് പോകാനായിട്ട് ഇടയായി. അവിടെ തറയിൽ പിതാവിൻ്റെ 25 വർഷത്തെ പൗരോഹിത്യ ജൂബിലിയുടെ ഒരു ഫംഗ്ഷൻ നടക്കുകയാണ്, അത്താഴം. അതിൽ പങ്കെടുക്കുവാനായിട്ട് എൻ്റെ ബാച്ചുകാരുമായി ബന്ധപ്പെട്ട് എനിക്കത് സാധിച്ചു. അപ്പോൾ ആ ഫംഗ്ഷനിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന അവസരത്തിൽ അവിടെ മറ്റൊരു പിതാവ് ഉണ്ടായിരുന്നു, പാടിയത്ത് പിതാവ്. പാടിയത്ത് പിതാവ് ഞാൻ പഠിച്ച സെമിനാറിൽ കുറച്ച് നാളുണ്ടായിരുന്നു, ചെറിയ രീതിയിൽ പരിചയമൊക്കെ ഉണ്ട്. പക്ഷേ ആ ഫംഗ്ഷനിൽ ഉണ്ടായിരുന്ന അവിടെ ആ ബിഷപ്പ് ഹൗസുമായി ബന്ധപ്പെട്ട് അവിടെ ഉണ്ടായിരുന്ന വൈദികരെല്ലാം ലോഹ ധരിച്ചാണ് പോയിരുന്നത്. അപ്പം ഞാൻ മാത്രം ലോഹയില്ലാതെ ഷർട്ടിട്ടാണ് പോയത്. അപ്പോൾ പിതാവിനെ അടുത്ത് ചെന്ന് കണ്ട് സംസാരിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും എനിക്കതിന് സാധിച്ചില്ല. കാരണം ലോഹയില്ലാത്തൊരു ചമ്മൽ എനിക്കുണ്ടായിരുന്നു. എങ്കിലും ഭക്ഷണം കഴിച്ച ശേഷം കൈ കഴുകുന്ന അവസരത്തിൽ പിതാവ് എൻ്റെ അടുക്കിലേക്ക് വന്നിട്ട് എനിക്ക് ഷെയ്ക്കാൻ തന്നിട്ട് ഇന്ന ആളല്ലേ എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്തൊരു സന്തോഷം. മാത്രമല്ല, എൻ്റെ കൂടെ ഉണ്ടായിരുന്ന വൈദികരുടെ മുമ്പിൽ ഈ പിതാവ് എന്നെക്കുറിച്ച് 1-2 ചെറിയ ചെറിയ വിശേഷണങ്ങളൊക്കെ പങ്കുവെച്ചപ്പോൾ എനിക്ക് എന്തെന്നില്ലാത്ത ഒരു സന്തോഷവും ആനന്ദവും ഉണ്ടായി. ഞാൻ വലിയ സന്തോഷത്തോടുകൂടിയാണ് ആ ഭക്ഷണം കഴിച്ച് ആ ബിഷപ്പ് ഹൗസിൽ നിന്ന് അന്ന് ഇറങ്ങുന്നത്. പ്രിയമുള്ളവരെ,
ഒരാളെ പ്രശംസിക്കുക എന്ന് പറയുന്നത് എപ്പോഴും സന്തോഷം തരുന്നൊരു കാര്യമാണ്. നമ്മൾ ചെയ്യുന്നൊരു കാര്യം മറ്റുള്ള വ്യക്തിക്ക് സന്തോഷമായെന്ന് നമുക്ക് തോന്നുമ്പോൾ കിട്ടുന്നൊരു സന്തോഷമുണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒന്നാണ്. ഈ പുതിയ വർഷത്തിൽ നമ്മുടെ ജീവിതത്തിലും ഈ ഒരു മൂല്യം നമ്മൾ നേടിയെടുക്കാനായിട്ട് പരിശ്രമിക്കണം. നല്ലത് നമ്മുടെ കൺമുമ്പിൽ കണ്ടാൽ അത് നല്ലതാണെന്ന് പറയാനുള്ള ഒരു ആർജവത്വം ഈ ഒരു വർഷത്തിൽ നമുക്ക് നേടിയെടുക്കാനായിട്ട് പരിശ്രമിക്കാം. കാരണം അത് ആർക്കും ദോഷം ചെയ്യുന്ന ഒരു കാര്യമല്ല, മറിച്ച് അത് മറ്റുള്ളവരെ വളർത്തുന്ന നല്ലൊരു കാര്യമാണ്. അപ്പോൾ ഇന്നു മുതൽ നമുക്കും ഈ പ്രശംസിക്കുക എന്ന് പറയുന്ന ഒരു കാര്യം ചെയ്യാനായിട്ട് പരിശ്രമിക്കാം. ആർക്കാണ് മധുരത്തിൽ പൊതിഞ്ഞ വാക്കുകൾ ഇഷ്ടമില്ലാത്തത്? ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത്? അപ്പോൾ എല്ലാവർക്കും പുതിയ വർഷത്തിൻ്റെ ഒന്നാമത്തെ ഞായറാഴ്ചയുടെ ആശംസകൾ സ്നേഹപൂർവ്വം നേരുകയാണ്. എല്ലാവരും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.